എല്ലാവർക്കും സ്നേഹവന്ദനം. മനനശിഖരത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ്. അർപ്പണമായ ആരാധന എന്നതാണ് ഇന്നത്തെ ധ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഈ വേദഭാഗത്ത് യേശു ദൈവാലയത്തിൽ ശ്രീഭണ്ഡാരത്തിൽ പണം നിക്ഷേപിക്കുന്ന ആളുകളെ കാണുന്നതായി സൂചിപ്പിക്കുന്നു. ധനവാന്മാർ പലരും പണം ഇടുന്നത് കാണുന്നു. ഒടുവിലായി ദരിദ്രയായ ഒരു വിധവ വന്ന് 1 പൈസയ്ക്ക് ശരിയായ 2 കാശ് ഇടുന്നതും യേശു കാണുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് യേശു കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് വിധവയായ ഈ പാവപ്പെട്ട സ്ത്രീയുടെ ജീവിതശൈലിയെയും അവളുടെ ആരാധനാബന്ധിതമായ ജീവിതത്തെയും പ്രകീർത്തിക്കുന്നു. ആരാധനാബന്ധിതമായ ജീവിതത്തെയും തൻ്റെ കയ്യിലുള്ള ഏറ്റവും മേൽത്തരമായതിനെയും അർപ്പിക്കുന്ന ഒരു സാധാരണക്കാരിയുടെ ജീവിതക്രമങ്ങളെയുമാണ് ക്രിസ്തു ഇവിടെ ഗൗരവമായി കാണുന്നത്. ഇങ്ങനെ അവളുടെ മാതൃകാപരമായ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നതിനോടൊപ്പം ചില ആധ്യാത്മികമായ വിമർശനങ്ങളും ക്രിസ്തു ഈ ഭാഗത്തൂടെ സൂചിപ്പിക്കുന്നുണ്ട്. വിധവയുടെ 2 കാശ് എന്ന നറേറ്റീവ് വളരെ പ്രാധാന്യമുള്ളതായി സുവിശേഷ ചരിത്രത്തിൽ മാറുന്നുണ്ട്. ദേവാലയത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടമായും ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാവരും അനുഭവിക്കുന്ന ഇടമായും മാറണമെന്ന് ക്രിസ്തു എപ്പോഴും പറയുമായിരുന്നു. അതുകൊണ്ടാണ് എപ്പോഴും ദൈവാലയത്തെ ശുദ്ധീകരിക്കാനുള്ളൊരു മനസ്സ് ക്രിസ്തു പ്രകടമാക്കുന്നത്. ക്രിസ്തു ആദ്യമായി ദേവാലയത്തിൽ ദൈവവചനം വായിച്ചതു മുതൽ ഒടുവിൽ ദൈവാലയ ശുദ്ധീകരണം ചെയ്ത സമയം വരെ ഈ ഒരു പരിഷ്കരണത്തിൻ്റെ മനസ്സ് ക്രിസ്തു പല സന്ദർഭങ്ങളിലും പ്രകടമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അസംഘടിതരും ആലംബഹീനരും രോഗികളും കഷ്ടപ്പെടുന്നവരും 2 കാശിടുന്ന വിധവയുമൊക്കെ ക്രിസ്തുവിൻ്റെ പരിഗണനയിലേക്ക് കടന്നു വരുന്നത് ദേവാലയത്തിൽ വെച്ചാണ്. അർത്ഥവത്തായ ഒരു ആധ്യാത്മികത രൂപപ്പെടേണ്ട ഇടങ്ങൾ ആപൽക്കരമായതും അപകടകരമായതുമായ പ്രവണതകളിലേക്ക് വഴിമാറുമ്പോൾ ക്രിസ്തു നിരന്തരമായി ദൈവാലയത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും ശിഷ്യന്മാരോടായി പൊതുജനത്തോടായി പങ്കുവച്ചിരുന്നു. സ്ത്രീ സമൂഹങ്ങളെ ആരാധനാ ജീവിതത്തിൽ ചേർത്ത് നിർത്താത്ത ഒരു കാലത്താണ് ക്രിസ്തു സ്ത്രീകളുടെ സംഘം രൂപപ്പെടുത്തുന്നത്, അവരുടെ കൂട്ടുകാരനായി മാറുന്നത്. അതിരു കവിഞ്ഞ പുരുഷ കേന്ദ്രീകൃതമായ ഒരു ജീവിതക്രമത്തിനകത്ത്, അത്തരം ആലയ സംവിധാനത്തിനകത്ത് വിധവയുടെ 2 കാശ് എന്നത് ഒരാധ്യാത്മിക മുന്നേറ്റമായും പരിഷ്കരണമായും ക്രിസ്തു പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വേദഭാഗം മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരാശയം എന്നത് വിധവയുടെ 2 കാശിനെ ക്രിസ്തു ഒരു സാമൂഹിക മാറ്റത്തിൻ്റെ ദേവാലയ വർത്തമാനമാക്കി മാറ്റി എന്നതാണ്. ശിഷ്യസംഘത്തിനെ ഈ വർത്തമാനത്തിൽ അവൻ പങ്കുകാരാക്കി മാറ്റിയിരുന്നു എന്നതും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. ദേവാലയത്തിനകത്ത് രൂപപ്പെട്ട ചില ചൂഷണ കച്ചവട വ്യവസ്ഥകളോടും അധീശത്വത്തിൻ്റെ പ്രവണതകളോടും പ്രതിരോധം തീർക്കുന്ന ഈ ദൈവാലയ വർത്തമാനത്തിൽ ക്രിസ്തു ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്നത് വിധവയുടെ 2 കാശിനെയും ചൂഷണം ചെയ്യുന്ന ഒരു ദേവാലയ ക്രമം അവിടെ രൂപപ്പെട്ടിരുന്നു എന്നതാണ്. ഈ വിധവമാരുടെ വീടുകളെ വിഴുങ്ങിക്കളയുന്ന പുരോഹിത മേധാവിത്വത്തെക്കുറിച്ച് ക്രിസ്തു സംസാരിച്ചിരുന്നു. അതോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു സൂചനയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. അത്യന്തം ആപൽക്കരമായ മേധാവിത്വ പ്രവണതകളിൽ ശ്വാസം മുട്ടിപ്പോകുന്ന ഒരു വലിയ സമൂഹം ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പിനെ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കാലമേറെ ആയിരുന്നു. റോമൻ രാജകീയ ആധിപത്യത്തിൻ്റെയും അധികാരങ്ങളുടെയും യഹൂദമതത്തിൻ്റെ സമാനതകളില്ലാത്ത കാർക്കശ്യങ്ങളും കാരണം ജീവിതം മടുത്തു തുടങ്ങിയ ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ പ്രതിനിധിയാണ് 2 കാശ് സമർപ്പണം ചെയ്ത് ഈ പാവപ്പെട്ട വിധവ. എന്നാൽ ആധ്യാത്മികതയുടെ ആവിഷ്കാരമായി ദൈവബോധത്തിൻ്റെ ഇടമായി മാറാത്ത ഒരു ദേവാലയ പരിസരത്ത് ഈ ഭണ്ഡാരം ഒരു ചൂഷണ ഉപാധിയായി മാറിയിട്ടുണ്ടോ എന്ന വിമർശനമാണ് ക്രിസ്തു മുമ്പോട്ട് വെക്കുന്നത്. ഈ വേദഭാഗം കൃത്യമായ ചില ഓർമ്മപ്പെടുത്തലുകൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്.
അർപ്പണമായ ആരാധനകൾ രൂപപ്പെടുന്ന ദൈവാലയ ഇടങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ നിലവിലുണ്ടോ? എല്ലാവരെയും തുല്യരായി കാണുന്ന, ഏറ്റവും ബലഹീനരായവരെ പോലും ചേർത്ത് നിർത്തുന്ന സംഘബോധത്തിൻ്റെയും ദൈവരാജ്യശീലങ്ങളുടെയും ദൈവാലയ വർത്തമാനങ്ങൾ രൂപപ്പെടുന്നുണ്ടോ? വളരെ കൗശലത്തോടെ വിധവയുടെ 2 കാശിനെ പോലും തട്ടിപ്പറിച്ചെടുക്കുന്ന ദൈവാലയ ഭണ്ഡാരങ്ങൾ നമ്മുടെ പള്ളികളിൽ ഇന്നുകളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടോ? ആമേൻ.